ആരുടെ ഇരിക്കുന്നത്? വീഡിയോ എടുത്താലും നിന്നെ റൂമിൽ കൊണ്ടുപോകത്തില്ല. ഞാൻ നിൽക്കുന്നത് മലാസിലാണ്. അന്നേരം എൻ്റെ ബാക്കി കുറച്ച് തുണി ബാമ്മയുടെ റൂമിലുണ്ട്. അത് എടുക്കാൻ പോകാൻ വിളിക്കാൻ പോകുന്നതാണ് ഇമാരുടെ കൂടെ. ഒന്ന് വഴിക്ക് ഞങ്ങൾ മാളിൽ കയറി ആദ്യം കണ്ടാൽ ഡെക്കാത്തലോണാണ്. പിന്നെ ബിലാലിനൊരു കണ്ണാടി നോക്കാൻ വേണ്ടി ലെൻസ് കാർട്ടിൽ കയറി. ഈ ആപ്പിന് അത് നമ്മുടെ മുഖത്തിന് ചേർന്ന കണ്ണാടി, പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ചേർന്നായിട്ട് തോന്നില്ല. ഈ കണ്ണാടി എങ്ങനെയുണ്ട്? അത് കഴിഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പോയി. അങ്ങനെ മേളിൽ ചെന്നത് ഇവിടെ നമുക്ക് ഫുഡും ബുക്ക് ചെയ്യാം, അവിടെ നമുക്ക് ടിക്കറ്റും ബുക്ക് ചെയ്യാം. അങ്ങനെ ടിക്കറ്റൊക്കെ സെലക്ട് ചെയ്ത് പേയ്മെന്റ് ഒക്കെ ചെയ്ത് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. ഈ മാസത്തെ ശമ്പളം കിട്ടി. എൻ്റെ അല്ല, സദ്ദാമിന്റെ വർക്ക് സൈറ്റിലെ സാലറി എമൗണ്ട് ആണ്. അങ്ങനെ മാമാടെ റൂമിലെത്തി എൻ്റെ ബാഗും വെച്ച് തിരിച്ചു പോയി. ഇവിടെ ബ്ലോക്ക് കിട്ടിയാൽ നല്ല ടൈം അങ്ങ് പോകുന്നതിനകത്ത്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാനായിട്ട് വണ്ടിയും പാർക്ക് ചെയ്ത് നമ്മൾ റോഡും എങ്ങനെയോ മുറിച്ച് കടന്ന് അപ്പുറത്തെത്തിയപ്പോഴത്തേക്ക് ആ പ്ലാൻ ഫ്ലോപ്പായി. കാരണം ഫുഡ് കഴിക്കാനിരുന്നാൽ നല്ല ടൈം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പടം മിസ്സാവും. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിക്കാതെ ഇറങ്ങി മുസമിലിനെ വിളിക്കാനായിട്ട് അവൻ്റെ റൂമിൽ ചെന്ന് അവനെയും വിളിച്ച് തിരിച്ച് മാളിൽ ചെന്നു. വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങിയപ്പോഴത്തേക്കും പടത്തിനോട് ടൈമായി. അവസാനം ഓടിയേണ്ട അവസ്ഥയാണ് ഈ കാണുന്നത്. അങ്ങനെ ഓടി അകത്ത് നിന്ന് കയറിയപ്പോഴത്തേക്കും പടം തുടങ്ങാൻ പിന്നെ ഉണ്ട് 3 മിനിറ്റ്. അങ്ങനെയൊക്കെ കാലൊക്കെ നീട്ടി വിശാലമായിട്ടിരുന്ന ഫസ്റ്റ് ഹാഫ് ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല, പേടിച്ച് നല്ല പോലെ. ഇന്റർവെല്ലിന് പുറത്തിറങ്ങിയെങ്കിലും ഫുഡൊക്കെ ക്ലോസ് ആയി. കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് 1:30 ഷോയ്ക്കായിരുന്നു. അങ്ങനെ ബാക്കി സിനിമയുടെ കണ്ടു. പ്രണവിന്റെ കാരിയറിലെ ഇതുവരെയുള്ള ഏറ്റവും ബെസ്റ്റ് പടങ്ങളിൽ ഒന്നായിരുന്നു. ഞാൻ നല്ല രീതിയിൽ പേടിച്ചു. ഞാൻ ഈ സ്പീക്കറിന്റെ തൊട്ട് താഴെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഇനി ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഈ മാൾ എത്ര നടന്നാലാണോ ഇനി പുറത്തിറങ്ങാൻ പറ്റുക. അങ്ങനെ പുറത്തിറങ്ങി വണ്ടിയൊക്കെ എടുത്ത് ഇനി ഫുഡ് കഴിക്കാനായിട്ടുള്ള സ്ഥലം തപ്പിയാണ് ഈ പോക്ക്. സമയം അന്നേരത്തേക്ക് 5:30 മണിയായി. അവസാനം ഈ കടയിൽ വന്ന് കയറി ഞാൻ ഇരുന്നപ്പോഴേ ഈ പുള്ളി ഈ സാധനം കൊണ്ടുവന്ന് വെച്ചു. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഫുഡ് എത്തി. അങ്ങനെ അതും കഴിച്ച്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി പിന്നെ